മനോരമ എവിടെ? വന്നോളൂ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ കല്യാണകൃഷ്ണ ഭാഗവതം. നിന്നെ സംഗീതം പഠിപ്പിക്കാൻ വന്നതാ. കാലും മുഖം കഴിയോ? ഇല്ല. എങ്കിൽ വേഗം പോയി കാലും മുഖം കഴുകി വന്ന് ഈ ദക്ഷിണ ഇങ്ങോട്ട് കൊടുത്ത് ഭാഗവരെ തൊട്ട് വന്നിച്ചിട്ട് അവിടെ തുടങ്ങിക്കൊടുക. സമയം പാഴാക്കണ്ട, വേഗം പോയി വന്നോളൂ. വേഗം ചെന്നോട് തമ്പ്രാട്ടിയെ, സംഗീതം പഠിക്കണ്ടേ? എനിക്ക് പഠിക്കണ്ട. പാട്ട് പാടുന്നത് ഇഷ്ടമല്ലേ തമ്പ്രാട്ടിക്ക്? പാടുന്നത് ഇഷ്ടമൊക്കെയാ, പക്ഷേങ്കില് ആ കുരങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാ പഠിക്കുക? കുരങ്ങോ? അങ്ങനെ പറയല്ലേ, ദോഷം. കാണാൻ ഒരു ഭംഗിയില്ല. എങ്ങനെയാ മുഖത്ത് നോക്കിട്ടിരിക്കണത്? എവിടെ കഴിഞ്ഞില്ലേ? ദേ തമ്പുരാൻ വിളിക്കണു. അയ്യോ, കാലും മുഖം കഴുകിയിട്ടില്ല. എന്തിനാ കഴിയണത്? അല്ല, നിങ്ങൾ ഇത് ആരെ ഓർത്തോണ്ടിരിക്കയാണ്? എന്നത് നിങ്ങൾക്കിത് എന്നാ പിണഞ്ഞ്? അല്ലടി, ഞാൻ ആ തമ്പിരാട്ടിയുടെ കാര്യം ഓർത്തോണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, നിങ്ങൾക്ക് ഏതാണ്ട് ആപത്ത് വരാൻ പോണെന്നാ എനിക്ക് തോന്നണത്. തമ്പുരാട്ടിനെ നിങ്ങ എന്തിനാ ഓർത്തോണ്ടിരിക്കണത്? തീണ്ടലുമില്ല, തൊടിയിലുമില്ല. ഇങ്ങനെയുണ്ടാ ഒരു തമ്പുരാട്ടി? നിങ്ങളുടെ കാര്യം നോക്കും മനുഷ്യനെ, അത് അതിന്റെ കാര്യം നോക്കട്ടാ. അല്ലേലും നല്ല കാര്യമൊന്നും നിന്നോട് പറയാൻ കൊള്ളുകയില്ല. നീ അങ്ങനത്തെ ഒരു കുശുംബിയാ. കൊച്ചുവാവേ, മോനെ കൊച്ചുവാവേ. എന്താ അച്ഛാ? അച്ഛൻ അഞ്ചി എത്തിയേച്ചും ഇപ്പം വരാം. അച്ഛന് കപ്പ വേണ്ടേ? അച്ഛൻ വന്നിട്ട് ചോറിന്റെ കൂട്ടത്തിൽ കഴിച്ചോളാം. ഇവന് ചോറ് കൊടുത്തരുത് ദേവകി. മോന് ചോറ് വരട്ടെ, എനിക്ക് അച്ഛൻ വന്നിട്ട് മതി. ബാ.
അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നേരെ ഇങ്ങോട്ട് തൊഴിച്ചൂടില്ല. എന്താ നമ്മള് കഴിച്ചത്? ആ വരും വരും വരും. ചായ വേണ്ടി ഒരു വരി. വെള്ളം ചേർക്കാൻ നല്ല ആട്ടിന്റെ പാലിന്റെ ചായ, നല്ല ഫ്രഷ് ചായ. ചായ വേണ്ടി ഒരു വരി. വരും വരും വരും. വേഗം ഇളകി നടക്കണോ? എന്തൊരു മയ്യത്ത് കൊണ്ടോണം മാതിരി. ഇവിടെ കച്ചവടം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചന്തയിലേക്ക് പോകാൻ. എനിക്ക് ചായ എടുക്കട്ടെ? തിന്നാൻ എന്തൊക്കെയുണ്ട് മമ്മുക്ക? ഓർഡർ തന്നാലേ നല്ല കോഴി പൊരിച്ചും ചപ്പാത്തിയും തരാം, നല്ല ഫ്രഷ് ആയിട്ട്. എന്തേ അതിന് എപ്പോഴാ കിട്ടണത്? എടോ മാവ് കുഴച്ച് വെച്ചിക്കണ്, കോഴി തൂങ്ങി കിടക്കണ്. നിങ്ങൾ ഓർഡർ തരും. അതൊക്കെ ഇനി കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കാൻ സമയം കുറെ വേണ്ടേ മാമുക്ക? അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാനോ? ആ ഇതില് ഫസ്റ്റ് ഒരു കഥയുണ്ട്. ഇത് വായിച്ച് കഴിയുമ്പോഴേക്ക് കോഴി പൊരിച്ചും ചപ്പാത്തിയും റെഡി. ചെന്തിന് വീണ ബാപ്പ പരപ്പുറത്ത്. എവിടെ എവിടെ? പെരപ്പുറത്തിടോ. ബാപ്പ നിസ്കരിക്കാൻ വേണ്ടി കയ്യും കാലും കയറിയാൽ കെന്റിന്റെ അടുത്തേക്ക് പോയി. കാല് വെച്ച് കെന്റിന്റെ അകത്തേക്ക് ബ്ലും. അതവിടെ കിടക്കുന്നു. ഒച്ചയും വിളിയൊക്കെ കേട്ട് ആളുകൾ ഓടി വന്നപ്പോ ബാപ്പ പെരപ്പുറത്തിടോ. എന്റെ ദൈവമേ, അതെന്തൊരു സൂത്രം! ഇംഗ്ലീഷ് സൂത്രവും മൂത്രവും തെരഞ്ഞെടുക്കണ്ട. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി. അറിവില്ലാതെ നമുക്ക് ഈ ദുനിയാവിൽ കഴിഞ്ഞുവിടാൻ പറ്റുമോ? ഇത് വായിച്ചു കുറച്ച് അറിവുണ്ടാക്കി. എന്നാ ഇത് ഫ്രീ ആണോ? അല്ലോ ഫ്രീയോ? അന്റെ മോളെ നമ്മൾ കെട്ടിക്കണം. ഫ്രീ ആരെ? എടോ 1.75 കമ്പനി വില. അതിൽ 5 പൈസ നമ്മളെ കമ്മീഷൻ. അത് നമ്മൾ വിട്ടിക്കണേ. കഴിച്ച് 1.70 കൊടുത്താ ഒന്ന് വായിച്ചു നോക്ക്. നോക്കണോ? മാനദം. ഏതായാലും അതവിടെ തൂക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് ചൂടുള്ള ഓരോ ചായയും ബന്നുന്താ. അപ്പം കോഴി ഇറച്ചി ചപ്പാത്തിയും വേണ്ട? അതിനൊക്കെ വേറെ ആള് വരും മമ്മുക്ക. ഞങ്ങക്ക് ചായയും പണ്ണുന്താ. തര മമ്മൂക്ക. ആട്ടിന്റെ പിന്നോട്ടെ ബാപ്പ. ആ പിന്നെ മോളെ ഞാൻ കൂടുണ്ടല്ലോ. ആ എന്തേ മലയാളി? എടോ ഓ സാറ് എന്തോ ഇത് കൊള്ളാല്ലാടോ. മുതലാളി ഇങ്ങോട്ട് വന്നേ. ദിവസം എന്ത് വിറ്റിവരവുണ്ടാകും? അതോ ഞമ്മളെ പള്ളക്കടിച്ചല്ലേ മുതലാളി കേട്ടോ. ഇതിന് വലിയ കച്ചവടമൊന്നും കിട്ടൂലെന്ന്. രാവിലെ തൊട്ടിച്ച് മോന്തി വരെ ഈ ദുനിയാവ് മുഴുവൻ തള്ളിക്കൊണ്ട് നടന്നാല് എന്തെങ്കിലും 4.75 ഇതിൽ കിട്ടൂ. ഇപ്പൊ ആണെങ്കിൽ ഇതിലൊന്നും കിട്ടുന്നുമില്ല. നിങ്ങളിത് കണ്ടിട്ട് അവിടെ പോയി മാതിരി 10 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഞമ്മൾ പള്ള പട്ടിനായി പോവും. ഒന്ന് പറഞ്ഞു കൊടുക്ക് സായിപ്പേ കൂടി ചെല്ലി. ഇപ്പൊ അവൻ പറഞ്ഞ നേരാ. അല്ല തിന്നോളി. റഹ്മാനായ തമ്പുരാനെ നീ കാത്ത്. മുന്തിയ സാധനാണ്. അബൂജായിൽ കടപ്പുറത്തിറങ്ങി പോയി. ഭയങ്കര പുള്ളി തന്നെ. 5 പൈസ ആദായം കിട്ടുമെന്ന് കണ്ട കൊച്ചുവാ മുതലാളി വിടില്ല. അങ്ങനെയല്ലേ ഇക്കണ്ട പൈസ മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പൊ കൊച്ചുവാ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ്? കോടീശ്വരന്റെ കോടീശ്വരൻ കണ്ടാ തോന്നോ? സ്വത്ത് സമ്പാദിക്കണമെന്ന് വാശി കയറിയിട്ട് പിന്നെ ചെയ്യാത്തൊന്നും ഇല്ലെന്ന ആളുകൾ പറയുന്നത്. എന്തെല്ലാം കഥകളാണ്. ആളുകൾ കഥകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന്. മൂപ്പരെ ബാപ്പാനെ വെട്ടിക്കൊന്ന കോവിലകം വരെ വിലക്ക് വാങ്ങിച്ച ആളാണ്. ആ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പറയാതിരിക്കുകയാണ് ഭേദം.